മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാക്കളിൽ ഒരാളായ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ന് ബാരാമതിയിലുണ്ടായ ദാരുണമായ വിമാനാപകടത്തിൽ അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത അതീവ ദുഃഖത്തോടെയാണ് രാജ്യം കേട്ടത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിനാണ് ഇതോടെ തിരശീല വീഴുന്നത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ദാദ എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന അജിത് അനന്തറാവു പവാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ നേതാവാണ്. NCP സ്ഥാപകൻ ശരത് പവാറിന്റെ അനന്തരവനായി രാഷ്ട്രീയത്തിൽ എത്തിയെങ്കിലും സ്വന്തമായ സംഘടനാ മികവിലൂടെയും ഭരണപാടവത്തിലൂടെയും അദ്ദേഹം മഹാരാഷ്ട്രയുടെ അധികാര കേന്ദ്രമായി മാറി. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. 1959 ജൂലൈ 22 മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലാണ് അജിത് പവാർ ജനിച്ചത്. ശരത് പവാറിന്റെ മൂത്ത സഹോദരനായ അനന്തറാവു പവാറിന്റെ മകനായ അജിത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കുടുംബത്തിന്റെ കൃഷികാര്യങ്ങൾ നോക്കാനായി കോളേജ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു. 1982 പഞ്ചസാര സഹകരണ സംഘത്തിന്റെ ബോർഡ് അംഗമായാണ് അദ്ദേഹം പൊതുരംഗത്ത് സജീവമായത്. 1991 തൻ്റെ 32ാം വയസ്സിൽ പൂനെ ജില്ലാ സഹകരണ ബാങ്കിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അജിത് പവാർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വളർച്ച ആരംഭിച്ചു. അതേ വർഷം തന്നെ ബാരാമതിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അമ്മാവനായ ശരത് പവാറിനു വേണ്ടി ആ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി. മഹാരാഷ്ട്രയിലെ ബാരാമതി നിയമസഭാ മണ്ഡലം അജിത് പവാറിന്റെ അജയ്യമായ കോട്ടയാണ്. 1991 മുതൽ തുടർച്ചയായി 7 തവണയാണ് അദ്ദേഹം ഇവിടുന്ന് നിയമസഭയിൽ എത്തിയത്. ജലസേചനം, ധനകാര്യം, ഊർജം, ഗ്രാമവികസനം എന്നിങ്ങനെ മഹാരാഷ്ട്രയിലെ സുപ്രധാന വകുപ്പുകളെല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 6 മണിക്ക് ജോലി ആരംഭിച്ച് രാത്രി വൈകുന്നതുവരെ നീളുന്ന അദ്ദേഹത്തിന്റെ കണിശമായ പ്രവർത്തന ശൈലി ഉദ്യോഗസ്ഥർക്കിടയിൽ പോലും ഏറെ പ്രശസ്തമാണ്. സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ, പ്രത്യേകിച്ച് പഞ്ചസാര ഫാക്ടറികളിലും സഹകരണ ബാങ്കുകളിലും അദ്ദേഹം പുലർത്തുന്ന സ്വാധീനം അദ്ദേഹത്തെ മഹാരാഷ്ട്രയിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളാക്കി. അജിത് പവാറിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ശ്രദ്ധേയമാക്കുന്നത് അദ്ദേഹം നടത്തിയ അപ്രതീക്ഷിത നീക്കങ്ങളാണ്. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ BJP ശിവസേന സഖ്യം പിരിഞ്ഞതോടെയാണ് മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉടലെടുക്കുന്നത്. ഈ സാഹചര്യം മുതലെടുത്ത് അജിത് പവാർ BJP നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസുമായി കൈകോർത്തു. 2019 നവംബർ 23 നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായും ഒരു വെളുപ്പാങ്കാലത്ത് ചുമതലയേറ്റു. എന്നാൽ ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ 80 മണിക്കൂറുകൾ 3 ദിവസത്തിന് ശേഷം ഇരുവരും രാജിവെച്ചതോടെ ഈ നീക്കം പരാജയപ്പെട്ടു. പിന്നീട് കോൺഗ്രസ്, ശിവസേന, NCP എന്നിവർ ചേർന്ന് മഹാവികാസ് അഘാഡി എന്ന സഖ്യം രൂപീകരിച്ച് അധികാരത്തിലെത്തി. ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി. ഈ മന്ത്രിസഭയിൽ അജിത് പവാർ വീണ്ടും ഉപമുഖ്യമന്ത്രിയായി. എന്നാൽ 2022 ഓപ്പറേഷൻ താമരയിലൂടെ ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേന പിളർന്നു. ഷിൻഡെ BJPയുമായി ചേർന്ന് മുഖ്യമന്ത്രിയായതോടെ അജിത് പവാർ പ്രതിപക്ഷ നേതാവായി മാറി. 2023 ശരത് പവാർ NCP അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെയാണ് പാർട്ടിയിൽ അധികാര തർക്കം രൂക്ഷമായത്. ശരത് പവാർ, മകൾ സുപ്രിയ സുലെ, അനന്തരവൻ അജിത് പവാർ എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു പാർട്ടിക്കുള്ളിലെ കരുനീക്കങ്ങൾ. അജിത് പവാർ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റെങ്കിലും ശരത് പവാറിന്റെ പല തീരുമാനങ്ങളിലും അദ്ദേഹം അതൃപ്തനായിരുന്നു. ഒടുവിൽ 2023 ജൂലൈ 2 ശരത് പവാറിനെ ഞെട്ടിച്ചുകൊണ്ട് അജിത് പവാർ NCP പിളർത്തി. പാർട്ടിയുടെ 53 MLAമാരിൽ 29 പേരെ ഒപ്പം കൂട്ടി അദ്ദേഹം ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന സർക്കാരിൽ ചേർന്ന് ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ദേശീയ തലത്തിൽ BJPക്കെതിരെയുള്ള പ്രതിപക്ഷ ഐക്യത്തിന് ശരത് പവാർ നേതൃത്വം നൽകുന്നതിനിടെയുണ്ടായ ഈ പിളർപ്പ് രാഷ്ട്രീയ കേരളത്തിലും വലിയ ചർച്ചയ്ക്ക് വഴി തുറന്നു. അധികാര തർക്കം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർണായകമായ വിധി പുറപ്പെടുവിച്ചു. 2024 ഫെബ്രുവരി 6
അജിത് പവാർ നയിക്കുന്ന വിഭാഗമാണ് യഥാർത്ഥ NCP എന്ന് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഇതോടെ പാർട്ടിയുടെ പേരും ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും അജിത് പവാറിന് ലഭിച്ചു. ഈ നീക്കത്തിലൂടെ ശരത് പവാറിന്റെ രാഷ്ട്രീയ ശക്തിക്ക് മങ്ങലേൽക്കുകയും അജിത് പവാർ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായി മാറുകയും ചെയ്തു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കണിശക്കാരനായ ഭരണാധികാരിയായും സംഘാടകനായും അജിത് പവാർ എന്നും അറിയപ്പെടും. ഭരണപരമായ കാര്യങ്ങളിലുള്ള വേഗതയും ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യിക്കാനുള്ള കഴിവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. തൻ്റെ തട്ടകമായ ബാരാമതിയുടെ മണ്ണിൽ വെച്ച് തന്നെയാണ് അദ്ദേഹം വിടവാങ്ങിയെന്നത് വൈകാരികമായി ആ പ്രദേശത്തെയും ജനങ്ങളെയും തളർത്തിയിരിക്കുകയാണ്. വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം വരും തലമുറകൾക്ക് വലിയൊരു പാഠപുസ്തകമായി അവശേഷിക്കും.